ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ചാണ്. LDC സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളിലെ കേരള ചരിത്രം എന്നുള്ള ഭാഗത്തിലാണ് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്നുള്ള ഭാഗം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായി വരുന്നത് ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷകവംശ കാവ്യം അല്ലെങ്കിൽ മൂഷകവംശം. ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് മൂഷകവംശ കാവ്യം അല്ലെങ്കിൽ മൂഷകവംശം. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യം അല്ലെങ്കിൽ മൂഷകവംശം എന്ന് അറിയപ്പെടുന്നത്. കണ്ണൂരിലെ ഏഴുമലയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്. മൂഷകവംശ കാവ്യത്തിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്നത് അതുലനാണ്. മൂഷകവംശ കാവ്യത്തിൻ്റെ അല്ലെങ്കിൽ മൂഷകവംശത്തിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്നത് അതുലനാണ്. ചിലപ്പോൾ PSCയിൽ ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, ഏഴുമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതി ഏത്? മൂഷകവംശമാണ്. അടുത്തത് കേരളത്തെപ്പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് വാത്തികം. കേരളത്തെപ്പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് വാത്തികം. അടുത്തത് മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അഡ്മിറൽ വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ കർത്താവ്. അടുത്തത് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി എന്നറിയപ്പെടുന്നത് ഐതരേയ ആരണ്യകമാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. അടുത്തത് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കൃതിയാണ് രഘുവംശം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കൃതി എന്നറിയപ്പെടുന്നത് രഘുവംശമാണ്. അടുത്തത് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്തത് കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ് 2ഉം 13ഉം. കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ് 2, 13. അടുത്തത് മലയാള ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് രാമചരിതം. മലയാള ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ്. രാമചരിതം എഴുതിയത് ചീരാമനാണ്. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യകാല കൃതിയാണ് രാമചരിതമെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖയാണ് അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളായ 2ഉം 13ഉം എന്നിവ. അടുത്തത് ആദ്യ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അതായത് കേരള പഴമ എന്നുള്ള ഗ്രന്ഥം രചിച്ചതും ഹെർമൻ ഗുണ്ടർട്ടാണ്. അതുപോലെ തന്നെ ആദ്യ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. അടുത്തത് ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. അടുത്തത് കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്നറിയപ്പെടുന്നത് വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളമാണ്. അതായത് അന്നത്തെ കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപി എന്നറിയപ്പെടുന്നത് വട്ടെഴുത്താണ്. കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളമാണ്. അടുത്തത് പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിതയാണ് ഉണ്ണിയച്ചി ചരിതം. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിത ഉണ്ണിയച്ചി ചരിതമാണ്. അടുത്തത് മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്ത സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ശൈലിയാണ് മണിപ്രവാളം എന്നറിയപ്പെടുന്നത്. പ്രധാന മണിപ്രവാള കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്ത സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഭാഷാ ശൈലി അറിയപ്പെടുന്നത് മണിപ്രവാളം എന്നാണ്. പ്രധാന മണിപ്രവാള കൃതി എന്നറിയപ്പെടുന്നത് ഉണ്ണുനീലി സന്ദേശമാണ്. അടുത്തത് 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് രചിച്ച അറബി മലയാളം കൃതിയാണ് മുഹിയുദ്ദീൻ മാല. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് രചിച്ച അറബി മലയാളം കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മുഹിയുദ്ദീൻ മാല. അടുത്തത് 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുത്തൻ പാന എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരിയാണ്. 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുത്തൻ പാന എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരി. അടുത്തത് ആയുർവേദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാന ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. ആയുർവേദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാന ഗ്രന്ഥം ഏതാണെന്ന് വെച്ചാൽ അഷ്ടാംഗ ഹൃദയമാണ്. അടുത്തത് മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ.
കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് സി അച്യുത മേനോനാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി നാഗം അയ്യാണ്. മലബാർ മാനുവൽ വില്യം ലോഗൻ, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുത മേനോൻ, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗം അയ്യാണ്. അതുപോലെ തന്നെ ഏത് കൃതിയിലാണ് എ ഫറാഗ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരള ഉൽപ്പത്തിയെപ്പറ്റി അല്ലെങ്കിൽ ഉൽപ്പത്തിയെപ്പറ്റി വില്യം ലോഗൻ അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മലബാർ മാനുവലിലാണ്. ഏത് കൃതിയിലാണ് എ ഫറാഗ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന കേരള ഉൽപ്പത്തിയെപ്പറ്റി വില്യം ലോഗൻ അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ മലബാർ മാനുവലിലാണ്. ഇത് ചോദിച്ചാണ് 2021 ചോദിച്ചതാണ്. അടുത്തത് മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദ്ദീൻ. തുഹഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ചത് ഷൈഖ് സൈനുദ്ദീനാണ്. മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദ്ദീൻ. അത് രചിച്ചത് ഷൈഖ് സൈനുദ്ദീനാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി എന്നറിയപ്പെടുന്നതും തുഹഫത്തുൽ മുജാഹിദ്ദീൻ തന്നെയാണ്. അടുത്തതായി വരുന്നത് സംഘസാഹിത്യമാണ്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം എന്നറിയപ്പെടുന്നത് സംഘസാഹിത്യമാണ്. പ്രാചീന തമിഴകത്തെപ്പറ്റി നമുക്ക് വിവരം ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നു മാത്രമാണ്. അതിലെ ആദ്യ പോയിന്റ്, പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സഹായിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളാണ്. അതായത് സംഘസാഹിത്യമാണ്. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സഹായിക്കുന്നത് പഴന്തമിഴ് പാട്ടുകൾ എന്നറിയപ്പെടുന്നു. പഴന്തമിഴ് പാട്ടുകളുടെ തരംതിരിവാണ് അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിവ. പഴന്തമിഴ് പാട്ടുകൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിവ. അകംപാട്ടുകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തിപരം, അതുപോലെ തന്നെ കുടുംബം, പ്രണയം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അകംപാട്ടുകളിൽ പറയുന്നത്. പുറംപാട്ടുകളിൽ പ്രതിപാദിക്കുന്നത് യുദ്ധം, കച്ചവടം എന്നിവയുള്ള കാര്യങ്ങളാണ്. അടുത്തത് സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടിരുന്ന കാലഘട്ടം എന്നറിയപ്പെടുന്നത് BC 300 AD 300 ഇടയിലാണ്. സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടം BC 300 AD 300 ഇടയിലാണ്. അടുത്തത് പ്രധാന സംഘകാല കൃതികളാണ് മണിമേഖല, ചിലപ്പതികാരം, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, മധുരൈ കാഞ്ചി, തൊൽക്കാപ്പിയം, ജീവക ചിന്താമണി, എട്ടുതൊകൈ. പ്രധാന സംഘകാല കൃതികൾ മണിമേഖല, ചിലപ്പതികാരം, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, മധുരൈ കാഞ്ചി, തൊൽക്കാപ്പിയം, ജീവക ചിന്താമണി, എട്ടുതൊകൈ എന്നിവയാണ്. അടുത്തത് തമിഴകത്തിലെ പഞ്ചമഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, കുന്തലകേശി, വളയാപതി എന്നിവ. തമിഴകത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ അതൊക്കെയാണെന്ന് അറിഞ്ഞു വയ്ക്കുക: ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, കുന്തലകേശി, അതുപോലെ വളയാപതി എന്നിവയാണ്. അതുപോലെ തന്നെ സംഘകാലത്തെ ഏറ്റവും പ്രധാന കവിയത്രി എന്നറിയപ്പെടുന്നത് ഔവ്വയാറാണ്. സംഘകാലത്തെ ഏറ്റവും പ്രധാന കവിയത്രിയാണ് ഔവ്വയാർ. അടുത്തത് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി എന്നറിയപ്പെടുന്നത് പതിറ്റുപത്താണ്. പതിറ്റുപത്ത് ക്രോഡീകരിച്ച കവി എന്നറിയപ്പെടുന്നത് കപിലറാണ്. പതിറ്റുപത്ത് എന്ന സംഘകാല കൃതി ക്രോഡീകരിച്ച കവിയാണ് കപിലർ. അതുപോലെ തന്നെ 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരമാണ് പതിറ്റുപത്ത് എന്ന് അറിയപ്പെടുന്നത്. പതിറ്റുപത്ത് ക്രോഡീകരിച്ച കവി എന്നറിയപ്പെടുന്നത് കപിലറാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി എന്നറിയപ്പെടുന്നത് പതിറ്റുപത്താണ്. അടുത്തത് അകനാനൂറ് കൃതി സമാഹരിച്ച കവി എന്നറിയപ്പെടുന്നത് ഉരുപ്പിരജന്മാരാണ്. അതുപോലെ തന്നെ പുറനാനൂറ് എന്ന കൃതി സമാഹരിച്ച കവി എന്നറിയപ്പെടുന്നത് പെരുന്തേനവരാണ്. അതുപോലെ തന്നെ കലിത്തൊകൈ എന്ന കൃതി സമാഹരിച്ചത് നല്ലന്തുവനാറാണ്. അതുപോലെ തന്നെ കുറുന്തൊകൈ എന്ന കൃതി സമാഹരിച്ചത് പൂരിക്കോ എന്ന വ്യക്തിയാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്തത് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപമാണ് തിരുവാതിര. സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം തിരുവാതിരയാണ്. അടുത്തത് കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴകത്തിലെ ഇതിഹാസമാണ് ചിലപ്പതികാരം. കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരമാണ്. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ്. ചിലപ്പതികാരം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇളങ്കോവടികൾ. തമിഴകത്തെ ജൈന സന്യാസി എന്നറിയപ്പെടുന്നത് ഇളങ്കോവടികളാണ്. അതുപോലെ തന്നെ ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യ രാജാവ് എന്നറിയപ്പെടുന്നത് നെടുഞ്ചെഴിയനാണ്. അതുപോലെ തന്നെ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവ് എന്നറിയപ്പെടുന്നത് ചേര ചെങ്കുട്ടുവനാണ്. ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യ രാജാവ് നെടുഞ്ചെഴിയനാണ്. ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവ് ചേര ചെങ്കുട്ടുവനാണ്. അത് ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവമാണ് ചക്ക. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി, പടപ്പൈ എന്നിവ സൂചിപ്പിക്കുന്നത് കുരുമുളകും കുരുമുളക് തോട്ടത്തിനെയുമാണ്. അടുത്തത്
സംഘകാലം കൃതികളിൽ ഏറ്റവും പഴയത് എന്നറിയപ്പെടുന്നത് തൊൽക്കാപ്യമാണ്. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് തൊൽക്കാപ്യമാണ്. തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തൊൽക്കാപ്യം. തൊൽക്കാപ്യം രചിച്ചത് തൊൽക്കാപ്യറാണ്. തൊൽക്കാപ്യം രചിച്ചത് ആരാണെന്ന് വെച്ചാൽ തൊൽക്കാപ്യർ. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതാണ് തൊൽക്കാപ്യം. അടുത്തത് മണിമേഖല എന്ന കൃതി എഴുതിയത് സാത്തനാറാണ്. മണിമേഖല എന്ന കൃതി എഴുതിയത് സാത്തനാർ. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല. മണിമേഖല എന്ന കൃതി എഴുതിയത് സാത്തനാർ. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. അതുപോലെ തന്നെ ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പതികാരമാണ്. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി എന്നറിയപ്പെടുന്നത് മണിമേഖല. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം. അടുത്തത് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി എന്നറിയപ്പെടുന്നത് മധുരൈ കാഞ്ചിയാണ്. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന കൃതിയാണ് ജീവക ചിന്താമണി. റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന കൃതി ജീവക ചിന്താമണി എന്നറിയപ്പെടുന്നു. അടുത്തത് പൂനം കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് പുറനാനൂറ്. പൂനം കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി എന്നറിയപ്പെടുന്നത് പുറനാനൂറാണ്. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൃതികളാണ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവലാണ് തലയോട് എന്നറിയപ്പെടുന്നത്. അടുത്തത് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉലക്കയാണ്. തകഴി ശിവശങ്കരപിള്ള രചിച്ചത് തലയോട്. പി കേശവദേവ് രചിച്ച നോവൽ ഉലക്ക. രണ്ട് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയതാണ്. അടുത്തത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണകൾ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവൽ എന്നറിയപ്പെടുന്നത് ചിരസ്മരണ എന്നാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. അതുപോലെ തന്നെ കയ്യൂർ സമര ചരിത്രം രചിച്ചത് വി കുഞ്ഞമ്പുവാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണകൾ അല്ലെങ്കിൽ ചിരസ്മരണ. കയ്യൂർ സമര ചരിത്രം രചിച്ചത് വി കുഞ്ഞമ്പുവാണ്. അടുത്തത് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കറാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ച വ്യക്തി സർദാർ കെ എം പണിക്കർ. അടുത്തത് ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അടുത്തത് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശൻ എഴുതിയ കൃതി എന്നറിയപ്പെടുന്നത് ദുരാവസ്ഥയാണ്. അടുത്തത് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബ്. അടുത്തത് മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതി എന്നറിയപ്പെടുന്നത് കയ്യൂരും കരിവെള്ളൂരുമാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബാണ്. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. അടുത്തത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായരാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായർ. അടുത്തത് കീഴരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. കീഴരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരമാണ്. അടുത്തത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം എഴുതിയത് പി കെ ബാലകൃഷ്ണനാണ്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം എഴുതിയത് പി കെ ബാലകൃഷ്ണൻ. അടുത്തത് മതിലകം രേഖകൾ എന്ന പുസ്തകം എഴുതിയത് എസ് ഉമാമഹേശ്വരിയാണ്. മതിലകം രേഖകൾ എന്ന പുസ്തകം എഴുതിയത് എസ് ഉമാമഹേശ്വരി. അടുത്തത് കേരളത്തിലെ ഇന്നലകൾ എന്ന പുസ്തകം എഴുതിയത്
കെ എൻ ഗണേശാണ്. കേരളത്തിലെ ഇന്നലകൾ എന്ന പുസ്തകം എഴുതിയത് കെ എൻ ഗണേശൻ. അടുത്തത് തിരുവിതാംകൂർ ചരിത്രം എഴുതിയത് പി ശങ്കുണ്ണി മേനോനാണ്. തിരുവിതാംകൂർ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പി ശങ്കുണ്ണി മേനോൻ. അടുത്തത് റിബൽ സുൽത്താൻമാർ, ദന്തസിംഹാസനം എന്നിവ എഴുതിയത് മനു എസ് പിള്ളയാണ്. റിബൽ സുൽത്താൻമാർ, ദന്തസിംഹാസനം എന്നീ പുസ്തകങ്ങൾ എഴുതിയത് മനു എസ് പിള്ളയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ അതുപോലെ തന്നെ സംഘകാല കൃതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.